നമസ്കാരം കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സിദ്ധുവും സുമിത്രയും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ സിദ്ധു എന്തായാലും ആശുപത്രിയിലാണ്. അപ്പോൾ സിദ്ധുവിന് എവിടെ പോകാം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയോടൊപ്പം വരുന്നു, അമ്മയോടൊപ്പം നിൽക്കണം, കുറേ നാൾക്ക് ശേഷമാണ് അമ്മയെ കാണുന്നത് എന്ന് പറഞ്ഞ് സിദ്ധു നേരെ അമ്മയ്ക്കൊപ്പം പോവുകയാണ്. അപ്പോഴും സിദ്ധു തിരിച്ചറിയുന്നില്ല സുമിത്രയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, സുമിത്ര ജീവിച്ചിരിപ്പുണ്ട്, ഇതൊന്നും സിദ്ധു തിരിച്ചറിയുന്നില്ല. എന്തായാലും സരസ്വതി അമ്മ സിദ്ധുവിനെയും കൂട്ടി നേരെ പോവുകയാണ് സുമിത്രയുടെ അരികിലേക്ക്. അപ്പോൾ അവിടെ ചെല്ലുന്നതും കാലെടുത്ത് വെച്ചിരുന്നത് സുമിത്ര വന്ന് ആരതി ഒഴിയുന്നത് കണ്ടതും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നടുങ്ങി സ്തംഭിച്ച് നിൽക്കുകയാണ് സിദ്ധു. കാരണം മരിച്ചുപോയെന്ന് പറഞ്ഞ സുമിത്ര അതേ നിൽക്കുന്നു എന്നുള്ള ആ ഒരു സിദ്ധുവിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ആ ഒരു കാഴ്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാവും. എന്തായാലും സുമിത്ര പഴയതുപോലെയല്ല, തൻ്റെ കാര്യങ്ങൾ അധികം നോക്കാനോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സുമിത്ര എല്ലാ കാര്യം നോക്കും. സുമിത്ര അങ്ങനെയാണ്. സുമിത്രയ്ക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ശ്രീനിലയം എന്തിന് പരമശിവത്തിന് കൊടുത്തു എന്ന കാര്യങ്ങൾ അറിയണം. എന്തായാലും സിദ്ധു കണ്ട സ്ഥിതിക്ക് ഇനി അനിരുദ്ധും സുമിത്രയുടെ അരികിലെത്താൻ ഇനി അധികം വൈകില്ല. കാരണം അനിരുദ്ധിൻ്റെ വീടും കാര്യങ്ങളും എല്ലാം അറിയാം. സിദ്ധുവിനും അറിയാം അനിരുദ്ധ് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം, ഇവിടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും മക്കളെല്ലാം ഒന്നിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ തീ കത്തി പന്തം പിടിച്ച കണക്ക് ഓടുന്ന കുറേ പേരുണ്ട്. ദീപുവാണ് ശ്രീനിലയം വിട്ടുകൊടുക്കാൻ എല്ലാത്തിനും കാരണമായത്, രഞ്ജിത സ്വത്ത് അടിച്ചു മാറ്റാൻ കാരണമായത്, എല്ലാത്തിനും കൂടെ നിന്നത് ദീപുവാണ് തൻ്റെ ചേച്ചിയെ ചതിച്ചത്. അപ്പോൾ ദീപുവിനിപ്പോൾ ഉള്ളിൽ ഉൾക്കുത്തൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി ഒരു ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റുകൾ അത് കണ്ടുപിടിക്കും എന്നാകുമ്പോൾ, താൻ എല്ലാവരുടെ മുമ്പിൽ നല്ലവനായി നിൽക്കുന്ന ഒരാൾ കള്ളനാകും എന്നുള്ള ഒരു സ്ഥിതി എത്തുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉള്ളിൽ ദീപു അത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, ഇവിടെ ഇനി രഞ്ജിത എങ്ങനെയെങ്കിലും പങ്കജയും പൂജയുമായിട്ടുള്ള കല്യാണം നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മണ്ടനായ ദീപു അറിയുന്നില്ല പൂജയും അപ്പവും തമ്മിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കോടികളുടെ ആസ്തി തൻ്റെ മകനാണ് അനുഭവിക്കാൻ പോകുന്നത്, തൻ്റെ മകനും കൂടിയാണ് അനുഭവിക്കാൻ പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞില്ല. ഇച്ചിരി പൈസ കിട്ടുന്നത് വാങ്ങിച്ചിട്ടാണ് തൻ്റെ മകനെയും പൂജയെയും തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 25 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അപ്പവുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ രഞ്ജിത ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ശ്രീനിലയം വിട്ടുകൊടുക്കാതിരിക്കാൻ പരമശിവത്തിന്റെ കളികളും തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണണം. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.